അമ്മ പ്ലീസ്, അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്കമ്മ. അമ്മ പ്ലീസ്. പപ്പ പപ്പ പ്ലീസ് എന്നോട് ഒന്ന് സംസാരിക്കും പ്ലീസ്. എന്താ ഞങ്ങളെ കേൾക്കേണ്ടത്? നീ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടല്ലേ ആ പ്രിൻസിപ്പളിന്റെ വായിരിക്കുന്ന മുഴുവൻ ഞങ്ങളെ കേട്ടത്. മനുഷ്യൻ കേട്ടിട്ട് മനുഷ്യൻ തൊലി ഒഴിഞ്ഞു പോയി. നിനക്ക് എന്താ പ്രശ്നം? പപ്പ പപ്പ എന്താ ഇവിടെ? പപ്പ പ്ലീസ്, നോ. ഒന്നുമില്ലെങ്കിലും അവൻ നമ്മുടെ മോനല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിടുന്നത്. പപ്പ പപ്പ ഐ എം സോറി. എന്തെങ്കിലും എന്നോടൊന്ന് പറ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട ജിതിൻ. എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, അടുത്ത ദിവസം നിന്റെ കല്യാണം. വേറെ ഒന്നുമില്ല. പപ്പ നോ, എനിക്ക് പറ്റില്ല അവനെ മറക്കാൻ. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നാളെ അവന്റെ വീട്ടിൽ പോട്ടെ കല്യാണം ആലോചിക്കാൻ. ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് ആ പ്രിൻസിപ്പളിനെ വായിരിക്കുന്ന മുഴുവൻ കേട്ടത് നീ ഞങ്ങളാ. നിനക്ക് എന്തെങ്കിലും അറിയണോ ജെക്കെ? നീ എന്നാ? എനിക്കൊന്നും പറയാനില്ല. ദേ, മര്യാദക്ക് ഞങ്ങൾ പറയുന്ന പെങ്കുച്ചിനെയും കെട്ടി മര്യാദക്ക് ജീവിച്ചോണം. എന്നിട്ടെന്താ സംഭവിച്ചേ? പിന്നെ സാറിനെ അവിടുന്ന് എങ്ങനെയാ രക്ഷിച്ചേ? പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ക്ലാസ് ഒക്കെ സ്റ്റാർട്ടായി. എന്നിട്ടും അവനെ കാണാതായപ്പോ ഞാൻ അവന്റെ വീട്ടിൽ ചെന്നിരുന്നു അന്വേഷിച്ച്. അപ്പോഴാ ഈ സംഭവമൊക്കെ ഞാൻ അറിയുന്നത്. മെന്റൽ ഹോസ്പിറ്റൽ കേട്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. എൻ്റെ അച്ഛൻ വക്കീല. അച്ഛനും അമ്മയും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഞാൻ കണ്ടത് എൻ്റെ പഴയ വ്യക്തിനെ അല്ല. എന്തിനും ഓടിച്ചാടി തമാശ പറഞ്ഞ് നടക്കുന്ന അവനല്ലായിരുന്നു അവിടെ. ഒരു ഇരുണ്ട മുറിയില് ആ ഒരു രൂപം എനിക്ക് ഇന്നും ഓർക്കാൻ കൂടെ പറ്റാത്തതാ. കണ്ടിട്ട് ഇതാന്നാ തോന്നുന്നേ. നമുക്ക് അകത്തോട്ട് കയറി ചോദിച്ചാലോ? നീ വാ, നമുക്ക് അകത്ത് പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? കണ്ടിട്ട് ഇവിടുത്തെ ഡോക്ടറായിട്ടാ തോന്നുന്നത്. ഹലോ മാഡം, എൻ്റെ പേര് ജേക്കബ്. ഞാനിവിടെ ഒരാളെ അന്വേഷിച്ച് വന്നതായിരുന്നു. വൺ മിസ്റ്റർ വിക്ടർ. എനിക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നോ? ഇതിനിപ്പോ എന്താ കാണാലോ. ദേ, ഇവിടുന്ന് പോയി റൈറ്റിലെ 3ാമത്തെ റൂമാണ്. നിങ്ങൾ ആരാണ്? ജിമിനെ, നീ ചെല്ലേ. ലിസേ, നീ കൂടെ കൂടെ ചെല്ലേ. മാഡം, എൻ്റെ പേര് ജേക്കബ്. ഞാൻ പറഞ്ഞല്ലോ, അകത്ത് കിടക്കുന്നത് എൻ്റെ മോനെ പോലെ. അപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അവൻ എന്താ അസുഖം? അമ്മ എനിക്ക് ഡോക്ടറിനെ ഇപ്പൊ കാണണം. അവൻ എന്താ അസുഖം എന്ന് എനിക്ക് അറിയണം. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ MBBS എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്വന്തം ജെൻഡറിനെ പ്രണയിച്ചതിനാണോ അവനെ ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇതൊരു പോലീസ് കേസ്. എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. അവൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയത് അവന്റെ ഒറിജിനൽ പേരൻസ് തന്നെയാ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു ചേട്ടൻ വന്നിരുന്നു. അവൻ ഇവിടെ ഇട്ടേക്കുവാണെങ്കിൽ 2 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞിട്ട് അങ്ങേരുടെ മോന്റെ എന്തോ കല്യാണം നടത്തി വിടാനാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. അയ്യോ, അല്ലാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. പിന്നെ അവന് പ്രാന്തൊന്നുമില്ല. അവന് ഒരു കുഴപ്പമില്ല, ഒരു ശല്യം ഇല്ലാതെ അവനെ റൂമിൽ ഇരുന്നോളും. പിന്നെ ആദ്യം കൊണ്ടുവന്ന ദിവസമൊക്കെ അവനേതോ ജസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് സമാധാനമുണ്ട്. അവനെ കൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇതൊന്നും പറയാൻ പോയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? പോലീസ് കേസ് അല്ലെങ്കിൽ പിന്നെ വിട്ടേക്കുമല്ലോ ഞങ്ങളുടെ കൂടെ. എന്റെ പൊന്നു സാർ, അവനെ കൊണ്ട് എങ്ങോട്ടേക്കാന്ന് വെച്ചാ പോക്കോ. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അല്ല, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. കൊണ്ടുപോയിക്കോ. എടാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോ. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ജിമിനെ, എടാ ജസ്റ്റിൻ അവനിപ്പം എവിടെയാന്നറിയോ? എടാ വിക്കി, നീ സംസാരിച്ചോ? എടാ ജതിന്റെ കാര്യം നീ പറയേണ്ടത്. ജിമിനെ പ്ലീസ്, നിനക്കറിയാലോ, ഒന്ന് കണ്ടാ മതിയടാ എനിക്ക് അവനെ. പ്ലീസ്, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. എന്നെ ഒന്ന് കൊണ്ടുപോകും. എടാ വിക്കി, നിനക്കറിയില്ല, അവന്റെ കല്യാണം കഴിഞ്ഞു. അവന്റെ ഭാര്യ ഇപ്പൊ പ്രഗ്നന്റാ. നീ ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. എടാ, എല്ലാം മറക്കാനെങ്കിലും എനിക്കൊന്ന് പോണം. അവസാനമായിട്ട് അവൻ്റെ കൺമുമ്പിലൊന്നും പോകണ്ട. ദൂരെ എവിടെ നിന്നും അവനെ ഒന്ന് കണ്ടാൽ മതി.